ടഫ് എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ബ്രേക്കപ്പ് എന്ന ഫേസിൽ കൂടെ കടന്നു പോകുന്ന ഒരാളാണോ നിങ്ങൾ? അല്ലെങ്കിൽ പണ്ട് എപ്പോഴും നടന്ന ഒരു ബ്രേക്കപ്പ് കാരണം കംപ്ലീറ്റ്ലി റിക്കവർ ആവാൻ പറ്റാത്ത ഒരാളാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ഈ വീഡിയോ എടുത്ത ഒരാളാണോ നിങ്ങൾ? എന്തായാലും താങ്ക്സ് ഫോർ ക്ലിക്കിംഗ് ദിസ് വീഡിയോ. മൈ നെയിം ഈസ് അപർണ ആൻഡ് ഐ എം എ സൈക്കാട്രിക് നഴ്സ്. വെൽക്കം ടു മൈ ചാനൽ ബ്രൂട്ടലി ഓണസ്റ്റ്. ഹിയർ വി ടോക്ക് അബൌട്ട് റിയൽ തിങ് ആൻഡ് ഐ ബിലീവ് ഇൻ റിയൽ ചേഞ്ച്. ഓക്കെ, വളരെ കോമൺ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ബ്രേക്കപ്പ് എന്ന് പറയുന്നത്. സോ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് എനിക്ക് ഈ ടോപ്പിക്കിൽ ഒരു വീഡിയോ ചെയ്തുകൂടാ. ഈ വീഡിയോ ചെയ്യാൻ വേറൊരു കാരണം കൂടിയുണ്ട്. അതെന്താണെന്ന് ഞാൻ പറയാം. റീസെൻ്റ്ലി വൺ ഓഫ് മൈ ഫ്രണ്ട് ആളൊരു വല്ലാത്ത ബ്രേക്കപ്പിലൂടെ കടന്നു പോയ ഒരാളാണ്. അപ്പോൾ ഞാൻ പുള്ളിക്കാരിനെ ആ ഒരു ഫേസിൽ കൂടെ കടന്നു പോയ സമയത്ത് ഞാൻ വല്ലാണ്ട് ഹെൽപ്പ് ചെയ്തിരുന്നു. അപ്പം ഓരോ തവണ പുള്ളിക്കാരി വിളിക്കുമ്പോഴും ഓരോ ഇങ്ങനെ ഡിഗ്രേഡ് ചെയ്ത് പോകുന്നതല്ലാണ്ട് എപ്പോഴും ആ ഒരു ലൂപ്പിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. And last day, after so many months of breakup, she called me and she said, now I'm okay. I can manage myself. എന്നോട് പറഞ്ഞു. സോ ഐ ഫെൽ സോ ഗുഡ്. ഓക്കെ, നമ്മൾ എവിടെയൊക്കെ ഹെൽപ്പ് ചെയ്ത ഒരാൾ നമ്മുടെ അടുത്ത് ഇങ്ങനെ ഒരു ഫീഡ്ബാക്ക് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ, എന്തുകൊണ്ട് ഞാൻ അന്ന് ആ പുള്ളിക്കാരിയോട് പറഞ്ഞ കാര്യം നിങ്ങളോട് കൂടി ഷെയർ ചെയ്തുകൂടാ. ഈ വീഡിയോ ചെയ്യാൻ എക്സ്പീരിയൻസ് ഉണ്ടോ അല്ലെങ്കിൽ വലിയ നോളജ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ പറയുകയാണെങ്കിൽ ഐ ഹാവ് ഫ്യൂ നോളജ്, അല്ലെങ്കിൽ ഒരു കുറച്ച് നോളജ്. ബിക്കോസ് പേഴ്സണലി ഐ ഹാവ് ഗോൺ ത്രൂ ദിസ് ഫേസ് ആൻഡ് എൻ്റെ പേഷ്യൻസ് ആണെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഈ ഫേസിൽ കൂടെ കടന്നു പോകുന്നതും അവരെ ഇമോഷണലി ഞാൻ ഈ ലൂപ്പിൽ നിന്ന് പുറത്ത് കിടക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവർക്കത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുമുണ്ട്. സോ ദാറ്റ്സ് ദ റീസൺ വൈ ഐ എം ഷൂട്ടിംഗ് ദിസ് വീഡിയോ. ആൻഡ് ബിഫോർ ഐ സ്റ്റാർട്ട് ദിസ് വീഡിയോ, ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് നിങ്ങൾ ഇമോഷണലി ഭയങ്കര ഡിപ്രസ്ഡ് അല്ലെങ്കിൽ സൂയിസൈഡൽ ഐഡിയേഷനുള്ള ഒരു ഫേസിലാണെങ്കിൽ പ്ലീസ് ഡോണ്ട് ഹെസിറ്റേറ്റ് ടു ആസ്ക് ഫോർ ഹെൽപ്പ്. ഇതിപ്പോൾ ഈ വീഡിയോ മാത്രം ഡിപ്പെൻഡ് ചെയ്യാൻ ഞാൻ പറയില്ല. പക്ഷെ നിങ്ങൾക്കൊരു ഹെൽപ്പിന് ആവശ്യമുണ്ടെങ്കിൽ പ്ലീസ്, ഇപ്പം നിങ്ങൾക്ക് സൂയിസൈഡൽ ഐഡിയേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐകോൾ എന്ന് പറഞ്ഞ ഒരു ഹെൽപ്പ് ലൈനിൽ വിളിച്ച് നിങ്ങൾക്ക് ഹെൽപ്പ് നേടാം. അല്ലെങ്കിൽ ടെലിമാനസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം ഉണ്ട്, അതിലേക്കും വിളിക്കാം. ഞാൻ ഇതിൻ്റെ രണ്ടിൻ്റെയും ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പ്ലസ് ഒരു സൈക്കാട്രിസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെയോ ഹെൽപ്പ് ദയവ് ചെയ്ത് നിങ്ങൾ എടുക്കണം. കാരണം നമ്മൾ വിചാരിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആരും ഇല്ലയെന്ന്. പക്ഷെ അതാണോ ശരിക്കുള്ള റീസൺ? അല്ല. വി ആർ ഹെസിറ്റൻറ്റ് ടു ആസ്ക് ഫോർ ഹെൽപ്പ്. ഇറ്റ്സ് ഓൺലി യു ഹു ഹാവ് ടു ഡിസൈഡ്, അല്ലേ? ഹെൽപ്പ് നമുക്ക് ചുറ്റിനുണ്ട്. നിങ്ങളാണ് ഹെൽപ്പ് വേണോ അതിനെ അപ്രോച്ച് ചെയ്യണോ എന്ന് തീരുമാനിക്കേണ്ട ആൾ. സോ ഞാൻ എൻ്റെ ഇമെയിൽ ഐ ഡിയും കൂടെ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്കിപ്പോൾ പേഴ്സണലി എന്നോട് സംസാരിക്കണമെങ്കിൽ യു ക്യാൻ മെയിൽ മീ. ഓക്കെ, എനിവേസ്, ഓക്കെ, ഒരു കാര്യം കൂടെ. ഈ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ, തുടങ്ങിയിട്ട് കുറേ നേരമായി ഐ നോ, ബട്ട് സ്റ്റിൽ ഒഫീഷ്യലി തുടങ്ങുന്നതിന് മുന്നേ ഈ വീഡിയോ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന 3 ഗോൾ അല്ലെങ്കിൽ 3 ഒബ്ജക്റ്റീവ് എന്താണെന്ന് പറയാം. ആദ്യത്തെ എന്ന് പറയുന്നത് നോർമലൈസിങ് ബ്രേക്കപ്പ്. നോർമലൈസിങ് ബ്രേക്കപ്പ് എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ സൊസൈറ്റിയിൽ നോർമലൈസ് ചെയ്യുക അങ്ങനത്തെ ഹൈ ലെവൽ സംഭവമല്ല. പക്ഷേ ടെല്ലിങ് യുവർ ബോഡി ദാറ്റ് ബ്രേക്കപ്പ് ഇസ് ഓക്കെ, ഇറ്റ്സ് എ നോർമൽ ഫേസ് എന്ന് നമ്മുടെ ബോഡിയെ, ബ്രേക്കപ്പ് എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമല്ല എന്ന് നമ്മുടെ ബോഡീനെ പറഞ്ഞു പഠിപ്പിക്കുക എന്നതാണ് എൻ്റെ ആദ്യത്തെ ഒബ്ജക്റ്റീവ്. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, നമ്മൾക്കറിയാം നമ്മുടെ ചുറ്റും ബ്രേക്കപ്പ് എന്നൊരു ഫേസിൽ കൂടെ കടന്നു പോകുമ്പോൾ ആൾക്കാർ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്യും. ചിലർ അവരെ സ്വന്തമായി ഹേർട്ട് ചെയ്യാൻ നോക്കും, അല്ലെങ്കിൽ ആരാണോ നമ്മളെ റിജക്റ്റ് ചെയ്തത് അവരെ ഹേർട്ട് ചെയ്യാൻ നോക്കും. ഇതിപ്പം ഞാൻ ആദ്യമായിട്ട് നടക്കുന്ന ഒരു സംഭവമായിട്ട് പറയേണ്ട ആവശ്യമില്ല. ബിക്കോസ് നമ്മൾ എല്ലാ ദിവസവും അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ഡേ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണിത്. അത് ഏത് കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പിലാണെങ്കിലും വി ഹിയർ പീപ്പിൾ ഹേർട്ടിങ് ഈച്ച് അതർ ഓർ ഹേർട്ടിങ് ദംസെൽഫ്. സോ എനിക്കത് ആവശ്യമില്ല. ബിക്കോസ് ഐ മാറ്റർ യുവർ ലൈഫ്, ഐ വാല്യൂ യുവർ ലൈഫ്, ഐ നോ യുവർ ലൈഫ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ആ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് കൂടി ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതാണ് എൻ്റെ രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്. ബിക്കോസ് ഐ വാല്യൂ യുവർ ലൈഫ്. മൂന്നാമത്തേതെന്ന് പറയുന്നത്, നമുക്ക് ഓരോ സിറ്റുവേഷൻ വരുമ്പോഴും നമ്മൾ അതിനോട് കോപ്പ് ചെയ്യാനായിട്ടുള്ള പല പല മെത്തേഡ്സ് ഉപയോഗിക്കുമല്ലോ. അങ്ങനെ എങ്ങനെ ബ്രേക്കപ്പ് എന്ന് പറഞ്ഞ ഒരു ഫേസിൽ നിന്ന് ഹെൽത്തി ആയിട്ട് കോപ്പ് ചെയ്യാം എന്നും ഞാൻ പറയാം. ഓക്കെ, അതാണ് എൻ്റെ മൂന്നാമത്തെ ഒബ്ജക്റ്റീവ്. ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഇതൊരു സീരീസ് ആയിട്ട് ഉണ്ടാക്കാനാണ്. അതായത് ഒറ്റയടിക്ക് എല്ലാം കൂടെ ഞാൻ ഈ വീഡിയോയിൽ പറയില്ല.
ഈ വീഡിയോനെ പല പല എപ്പിസോഡ്സ് ആയിരിക്കും. ഇതിപ്പം ഫസ്റ്റ് ഇൻട്രൊഡക്ടറി എപ്പിസോഡാണ്. സോ ഇതിനകത്ത് നമുക്ക് ബ്രേക്കപ്പിൻ്റെ ഒരു പെരിഫറൽ ഒരു ഐഡിയ നമുക്ക് ഉണ്ടാക്കാം. അത് കഴിഞ്ഞിട്ട് ഹെൽത്തി കോപ്പിംഗ് മെക്കാനിസം എന്താണെന്നും എങ്ങനെ നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാമെന്നും എങ്ങനെ ഇതിൽ നിന്ന് പുറത്ത് കിടക്കാം എന്നുള്ളത് അടുത്തടുത്ത വീഡിയോസ് ആയിട്ട് ഞാൻ ഇടുന്നതാണ്. ഓക്കെ ഓക്കെ സോ നമുക്ക് ഒഫീഷ്യലി നമ്മുടെ വീഡിയോയുടെ കണ്ടന്റിലേക്ക് കിടക്കാം. ആദ്യം ഇപ്പം ആരെങ്കിലും എന്നോട് ബ്രേക്കപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ബ്രേക്കപ്പിനെ അഡിക്ഷനായിട്ട് റെഫർ ചെയ്യുക. ഇപ്പോൾ നമുക്ക് പലതരത്തിലുള്ള അഡിക്ഷൻ ഉണ്ടല്ലോ. അതായത് ഫോൺ അഡിക്ഷൻ ഉണ്ട്, ആൽക്കഹോൾ അഡിക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഡ്രഗ് അഡിക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിലൊക്കെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഒരു അഡിക്റ്റഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് എടുക്കുക എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എന്തുണ്ടാവും? നമ്മുടെ ബോഡി വാവ് എന്തോ ഒരു പുതിയ സാധനം വന്നു, ഒരു പുതിയ ഫീലിംഗ്. ഈ പുതിയ ഫീലിങ്ങിന് ഭയങ്കര പ്ലഷർ ഉണ്ട് അല്ലേ, ഒരു വല്ലാത്തൊരു ഒരു ന്യൂ ഫീലിംഗ്. അത് തന്നെയാണ് ഒരാൾ ലവിൽ അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്നത്. ആദ്യമായി നമ്മൾ ഒരാളെ പരിചയപ്പെടുന്നു, അപ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ ബോഡിക്ക് ഇതൊരു പുതിയ ഫീലിംഗ് ആണ്. അപ്പോൾ വി ഫീൽ ഗുഡ് അല്ലേ. അപ്പോൾ ഓരോ തവണയും നമ്മൾ ആളോട് സംസാരിക്കുമ്പോഴും നമ്മൾ കൂടുതൽ ആളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴും അവർ ബോഡി ഫീൽ സോ ഗുഡ് അല്ലേ. ഭയങ്കര ഒരു വല്ലാത്തൊരു യൂഫോറിയ സ്റ്റേറ്റിലൊക്കെ ആയിരിക്കും. അത് ഇയർ കൂടുന്തോറും ചിലപ്പോൾ കുറയാം, ചിലപ്പോൾ കൂടാം. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ റിലേഷൻഷിപ്പ്. അങ്ങനെ ഇപ്പം നമ്മുടെ അഡിക്ഷനുള്ള ഒരു സബ്സ്റ്റൻസ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. വി ആർ ഹാപ്പി, വി ആർ ടേക്കിംഗ് ദാറ്റ് സബ്സ്റ്റൻസ്. അപ്പോൾ ഒരു കള്ളുകുടിയുടെ കേസ് നമുക്ക് എടുക്കാം. ഫോർ എക്സാമ്പിൾ, ഒരു കള്ളുകുടിയാണ് നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ ആ കള്ളുകുടിയനോട് പറയുകയാണ്. അത് നല്ല കുടിക്കുന്ന ആളാണ്, ഓക്കെ, എല്ലാ ദിവസവും അത്യാവശ്യം നന്നായി കുടിക്കുന്ന ഒരാളാണ്. ആളുടെ അടുത്ത് നമ്മൾ പറയുകയാണ്, ഇനി തൊട്ട് നീ കുടിക്കരുത്, അല്ലെങ്കിൽ ഇനി തൊട്ട് നിങ്ങൾക്ക് നിൻ്റെ ആൽക്കഹോൾ കിട്ടുന്ന സോഴ്സ് ഞാൻ കട്ട് ചെയ്യുന്നു, ഒരു തുള്ളി പോലും മതി നിനക്ക് കിട്ടില്ല. അത് കേൾക്കുന്ന ആൾക്ക് എന്താ സംഭവിക്കാം? ലൈക്ക് ആളുടെ ബോഡി പെട്ടെന്ന് ഇത്രയും നല്ലൊരു ഡോപ്പമിൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് ഒരു ദിവസം ആ ഡോപ്പമിൻ ഇല്ലാണ്ടാവുകയാണ്. ആ ഡോപ്പമിൻ ഇല്ലാണ്ടാവുമ്പോൾ നമ്മുടെ ബോഡി എന്ത് ചെയ്യും? എവിടെ ആ ഡോപ്പമിൻ എവിടെയെന്നുള്ളൊരു വല്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് എത്തും അല്ലേ. അതായത് ആ ഡോപ്പമിനുള്ള ക്രേവിങ് നമുക്ക് കൂടും. അത് കിട്ടാതെ വരുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ടും എക്സസീവ് ആയിട്ടുള്ള റിയാക്ഷൻസ് കാണിക്കും. ഇപ്പം കള്ളുകുടിയുടെ കേസ് ആണെങ്കിൽ അവർ വിഡ്രോവൽ സിംറ്റംസ് കാണിക്കും. അവർ സ്വെറ്റ് ചെയ്യും, അല്ലെങ്കിൽ അഗ്രസീവ് ആവും, അല്ലെങ്കിൽ ചിലർക്ക് സീഷേഴ്സ് വരാം. അങ്ങനെ പല പല റിയാക്ഷൻസ് ഉണ്ടാവും. അതേപോലെ ഒരു റിയാക്ഷൻ നമ്മുടെ ബോഡിയിലുണ്ടാവും വെൻ വി ഗെറ്റ് ദ ബ്രേക്ക്. ആ റിയാക്ഷൻ ചിലപ്പോൾ നമ്മൾ കരച്ചിലായിരിക്കാം, ഭയങ്കര കരച്ചിലായിരിക്കും. ചിലർ കണ്ടിട്ടില്ലേ, കരഞ്ഞുകൊണ്ടേയിരിക്കും ബ്രേക്കപ്പ് ആയി കഴിയുമ്പോൾ. ചിലർ അതിനെ ഡിനൈ ചെയ്യും, പലരും പല രീതിക്കാണ് അതിനെ ആ ഫേസിനായിട്ട് കോപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഫേസിൽ കൂടെ ഗോ ത്രൂ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ബേസിക്കലി നടക്കുന്നത്. പെട്ടെന്ന് ഇത്രയും നാളും നമ്മുടെ ബ്രെയിനിന് കിട്ടിക്കൊണ്ടിരുന്ന ഒരു ഡോപ്പമിൻ ഹിറ്റ് ഒരു ദിവസം ഇല്ലാണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബോഡി വളരെ വിയേർഡായിട്ട് ബിഹേവ് ചെയ്യും. അത്രയേ ഉള്ളൂ ബ്രേക്കപ്പ് എന്ന് പറഞ്ഞ സാധനം. ഈ ബ്രേക്കപ്പിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് പല പല സ്റ്റേറ്റ് ഓഫ് ഇമോഷൻസ് ഉണ്ടാവും. അതിനെ നമ്മൾ യൂഷ്വലി ഡാബ്ഡ എന്ന് പറഞ്ഞ അതായത് ഇത് എല്ലാ കേസിലും ആപ്ലിക്കബിൾ ആണ്. നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ നമ്മൾ മോൺ ചെയ്യാന്ന് പറയില്ല, അല്ലെങ്കിൽ സങ്കടപ്പെടുകയാണ്. ഈ സങ്കടപ്പെടുന്നതിന് പല സ്റ്റേജ് ഉണ്ട്. ആ സ്റ്റേജിൻ്റെ ഷോർട്ട് ഫോമാണ് ഡാബ്ഡ എന്ന് പറയുന്നത്. ഡാബ്ഡ സ്റ്റാൻഡ്സ് ഫോർ വാട്ട് എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് പറയാം. സോ ഈ വീഡിയോയിൽ ഇത്രയും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ലവ് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ഇസ് ലൈക്ക് ആൻ അഡിക്ഷൻ. ഇതൊരു ലൂപ്പാണ്. നമ്മളിപ്പം അഡിക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ പറ്റും? നമ്മൾ ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളൊരു നല്ല അഡിക്റ്റഡ് ആയിട്ടുള്ള ആളോട് ഞാൻ പറയാണ്, ഒരു ദിവസം നീ കുടിക്കരുത്. അപ്പോൾ ആളെന്ത് ചെയ്യും? ചിലപ്പോൾ ട്രൈ ചെയ്യും ഒരു ദിവസം കുടിക്കാതിരിക്കാൻ. പക്ഷേ രണ്ടാമത്തെ ദിവസം ആളുടെ ബോഡി തന്നെ പറയും, എന്തിനാണ് നീ ഇങ്ങനെ കേൾക്കുന്നത്, നീ കുടിക്കൂ എന്ന് പറയുമ്പോൾ ആൾ ആൽക്കഹോൾ എടുക്കും, പിന്നെയും ഈ ലൂപ്പിലേക്ക് പറ്റും. ബ്രേക്കപ്പിനും ഇതാണ്. ബ്രേക്കപ്പ് പറഞ്ഞ ആൾ നമ്മുടെ അടുത്ത് പോയി, പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? പുറകെ ചെന്നു, അയ്യോ എന്നെ എടുക്കൂ, എന്നെ എന്താ പറയുക, ടേക്ക് മീ ബാക്ക് എന്നുള്ളൊരു ഇതിലേക്ക് പിന്നെയും ആ ലൂപ്പിൽ പോകും. ഈ ലൂപ്പിൽ പോകുമ്പോൾ ആൾക്ക് നല്ലതാണോ ഉണ്ടാകുന്നത്? കള്ളു കുടിക്കുമ്പോൾ ആളുടെ ശരീരത്തിൽ നല്ല ചേഞ്ച് ആയിട്ട് എന്താ ഉണ്ടാകുന്നത്? ആ കൂടെ ഒരു ഡോപ്പമിൻ ഹിറ്റ് കിട്ടും. ആ ഡോപ്പമിൻ്റെ ഹിറ്റ് ഓരോ തവണ കൂടുന്നതോടും ടോളറൻസ് കൂടി നമുക്ക് കൂടുതൽ എമൗണ്ട് എടുക്കേണ്ടി വരും. അതേപോലെ തന്നെ ഒരു ബ്രേക്കപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അത് മര്യാദയ്ക്ക് റിക്കവർ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഇതിനും ബാഡ് ആയിട്ടുള്ള ഫേസിലേക്ക് പോകും. സോ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. ലവ് ഇസ് ലൈക്ക് ആൻ അഡിക്ഷൻ. ആ അഡിക്ഷൻ നിങ്ങളുടെ ശരീരത്തിൽ നല്ലതാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇറ്റ്സ് ഓക്കെ. പക്ഷേ ബ്രേക്കപ്പ് എന്ന് പറഞ്ഞ ഒരു ബാഡ് അല്ലെങ്കിൽ ഭയങ്കര ടഫ് എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഒരു ഫേസിൽ എന്താ പറയുക, സ്റ്റക്കാവരുത്. ബിക്കോസ് നമ്മൾ വിചാരിക്കും ഇതാണ് എൻ്റെന്ന് അല്ലേ. ഇപ്പം ഫോർ എക്സാമ്പിൾ
നമ്മൾ 10th എക്സാം എഴുതിയില്ലേ, ഇപ്പം നമ്മുടെ നാട്ടുകാരും വീട്ടുകാരും എന്താ പറഞ്ഞാൽ 10th ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, ഈ ഫേസ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫേസാണ്, ഫുൾ A+ വാങ്ങണം, ഇല്ലെങ്കിൽ നല്ല സ്കൂളിൽ അഡ്മിഷൻ കിട്ടില്ല, +1 നല്ല സ്കൂളിൽ പഠിക്കാൻ പറ്റില്ല, അങ്ങനെ നമ്മൾ പറഞ്ഞു. നമ്മൾ ഭയങ്കര പ്രഷറായി. എനിക്കൊക്കെ എൻ്റെ 10th എന്ന് പറയുന്നത് എന്നെ ഒരു പ്രഷർ കുക്കറിൽ ഇട്ട ഫീലായിരുന്നു. ബിക്കോസ് ഇവിടുന്ന് പോകുന്ന നാട്ടുകാരാണെങ്കിലും ഈ ഒരു ഫാമിലി ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. എല്ലാവരും ചോദിക്കും എങ്ങനെയുണ്ട് പഠിത്തം, നന്നായി പഠിക്കുന്നില്ലേ, ഫുൾ A+ ഒക്കെ വാങ്ങുമല്ലോ. അപ്പോൾ അതൊരു പ്രഷറാണ് അല്ലേ. അങ്ങനെ ഒരു പ്രഷറിൽ നമ്മൾ ഇങ്ങനെ ഇതായിരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും, ഇതാണ് ലൈഫിലെ ഏറ്റവും ടഫസ്റ്റ് ഫേസ് ഇതാണ്. ഞാൻ 10th ഞാൻ വിചാരിച്ചു ദൈവം ഈ 10th ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു. അപ്പോൾ നമ്മുടെ ബോഡിക്ക് എന്താണ് 10th എന്ന് പറയുന്ന ഒരു ന്യൂ ഫീലിംഗ് ആണ്. പക്ഷേ വൺസ് 10th എക്സാം കഴിഞ്ഞു, റിസൾട്ട് വന്നു, നല്ല റിസൾട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇറ്റ്സ് ലൈക്ക് ഓക്കെ, ഇത്ര ഉണ്ടായിരുന്നുള്ളൂ 10th ഒക്കെ എന്ത്, ഇനി കിടക്കില്ലേ ലൈഫിൽ, ഇനി എക്സാംസ് എഴുതണം, ഇനി നീറ്റ് എന്ന് പറയുന്ന വലിയ എൻട്രൻസ് എക്സാം ഉണ്ട്. അന്ന് എൻ്റെ തോട്ട് അങ്ങനെയായിരുന്നു. അതായത് എൻ്റെ ബോഡിക്ക് 10th നോർമലൈസ് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ഐ വാസ് ലൈക്ക് ഓക്കെ, 10th ഇസ് ജസ്റ്റ് എ ഫേസ്. ഞാനിപ്പോൾ എൻ്റെ ഈ യങ്ങർ സിബ്ലിങ്സിനോട് പറയും 10th ഒന്നും ഒരു കാര്യമില്ല, വെറുതെ നീ മര്യാദയ്ക്ക് പഠിക്കാം, മാർക്ക് വാങ്ങുക, അത്രേ ഉള്ളൂ, അല്ലാണ്ട് ഇത്ര പ്രഷറിൽ ഇടേണ്ട സാധനങ്ങളൊന്നുമില്ല. സോ അതേപോലെയാണ് ബ്രേക്കപ്പ്. നമ്മൾ ഈ ഫേസിൽ കൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഇത് എന്ത് ഭയങ്കര വൃത്തിയായിട്ട ഫീലിംഗ് ആണ്, എനിക്ക് ഇതിൽ കൂടെ കടന്നു പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഐ കാൺട്ട് ലൈക്ക് കോപ്പ് വിത്ത് ദിസ് സിറ്റുവേഷൻ. പക്ഷേ നമ്മൾ ഒരിക്കൽ ആ ബ്രേക്കപ്പ് എന്ന് പറഞ്ഞാൽ ആ ഫേസിൽ നിന്ന് കടന്നു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഓക്കെ ഇത്രയേ ഉള്ളൂ, ഇതൊക്കെ എന്താ, ഇനിയെ വന്നു കഴിഞ്ഞാൽ ഞാൻ നല്ല അടിപൊളിയായിട്ട് ഡീൽ ചെയ്യും എന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് വരും. ഈ മൈൻഡ് സെറ്റ് ഉണ്ടാക്കലാണ് എൻ്റെ മെയിൻ ഉദ്ദേശം. ഓക്കെ, ഐ തിങ്ക് ഇത് ഒരുപാട് പറഞ്ഞു. ആൻഡ് എനിക്കൊരു കുഴപ്പമുണ്ട്, ഞാൻ ഒരു കാര്യം പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയും. സോ ഓക്കെ, അടുത്ത വീഡിയോസിൽ നമുക്കിത് ഡെവലപ്പ് ചെയ്യാം. ബട്ട് സ്റ്റിൽ ഇത്ര വരെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഐ എം വെരി താങ്ക്ഫുൾ ടു യു. സോ ഹോപ്പ് ദിസ് വീഡിയോ എവിടെയെങ്കിലും കുറച്ചൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്ന്. സോ അടുത്ത വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് മോർണിംഗ്, അല്ലെങ്കിൽ നമ്മൾ ഒരു ബ്രേക്കപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഏതൊക്കെ ഫേസിൽ കൂടെ പോവും എന്നതാണ്. സോ അടുത്ത വീഡിയോ വരുന്നത് വരെ till then stay tuned, and this is your brutally honest signing off.